നശിപ്പിച്ചോ, എല്ലാം നശിപ്പിച്ചോ. എന്നും അതല്ലേ പതിവുള്ളൂ. എന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അത് പക്ഷേ സ്വന്തം വീട്ടിൽ മതി. ഇത് ഞാനും എന്റെ മോനും കൂടി ഗതികെട്ട് ഇറന്നു വാങ്ങിയ സ്ഥലമാ. ഇവിടെ കയറി ഭരിക്കാൻ വരണ്ട. ഞാൻ നിന്റെ കെട്ടിയവനാ, അത് നീ മറക്കണ്ട. കെട്ടിയവൻ മുടിപ്പിക്കാനും കുത്തിക്കവരാനും മാത്രമായിട്ട് തോന്നുമ്പോ കയറി വരും. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കയറി വരും. നിന്ന് കിണങ്ങണ്ട കാശ് എടുത്തതാ. എനിക്ക് വേറെ ജോലിയുണ്ട്. ചോദിക്കുമ്പോ എടുത്ത് തരാനേ. സമ്പാദിച്ച് കെട്ടി വെച്ചിരിക്കല്ലേ ഇവിടെ. ഒറ്റ പൈസ ഞാൻ തരില്ല. ചവിട്ടി ഞാൻ പാലും മുട്ട വിറ്റിട്ട് കാശ് നേടി കുഴിച്ചു മൂടിയോ എന്ന് തന്നെ വെച്ചോ. രാത്രിയും പകലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതേ നിങ്ങൾക്ക് കണ്ണുപിടിച്ച് കളയാനല്ല. അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. മനസ്സില്ല തരാൻ. എന്നോട് കാശ് ഭരിക്കാൻ ഞാൻ നോക്കട്ടെ. എന്താ ലാസറ ഇത്? നീ ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ എന്ത് വേണമെന്ന് അച്ചു? എനിക്ക് ഇത്തിരി കാശ് വേണമെങ്കിൽ കാല് പിടിക്കണോ? എപ്പോഴും നീ ഇങ്ങനെ വന്ന് കാശ് ചോദിച്ചാൽ അവളെ ഇവിടെ നിർത്തി തരാനല്ല ലാസറേ. നീ അവൾക്ക് ചെലവിനോ കൊടുക്കുന്നില്ല. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ കൂടെ സമ്മതിക്കില്ലാന്ന് വെച്ചാൽ അച്ഛനീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഈ ഒരുമ്പൊട്ടുള്ള കയ്യിൽ എങ്ങനെ കാശ് മേടിക്കണമെന്ന് എനിക്കറിയാം. ലാസറേ, നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വിചാരിക്കരുത്, കേട്ടില്ലേ? നിനക്കിപ്പോ എന്താ ലാസറേ വേണ്ടത്? പണം, അത്രല്ലേ ഉള്ളൂ? ഇതോ തിന്ന. കർത്താവിനെ ഓർത്ത് നീ ഇനി വഴക്കിനും പുക്കാരനും വരരുത്. ഞാനങ്ങനെ ഒഴിഞ്ഞുപോയി ആരും കരുതണ്ട. നീ പോ ലാസറേ, പോ. ഞാൻ ഇനിയും വരും. നീ ഉടുപ്പിട്ടതോടെ രക്ഷപ്പെട്ടു. ഓരോ തവണ വഴക്കും ഭീഷണിയായിട്ട് വരുമ്പോ അച്ഛനിങ്ങനെ പണം കൊടുക്കാൻ ഇരുന്നിട്ടാ. നീ അതൊന്നും സാരമാക്കണ്ട മേരിക്കുട്ടി. പണം പൊക്കോട്ടെ, എന്നാലും അത്ര സൗകര്യം ഉണ്ടാവില്ലോ. ഇനി ഇത് ആവർത്തിച്ചാലല്ലേ, അപ്പൊ നോക്കാം. ഞാൻ കൂടെ മുൻകൈ എടുത്ത് നടത്തി കൊടുത്ത കല്യാണ. പക്ഷെ പറഞ്ഞിട്ടെന്താ, ആ ലാസർ ഉള്ള മുതൽ മുഴുവൻ മുടിപ്പിച്ചു. ചേച്ചിയെ മാത്രമല്ല അനിയത്തെയും കൂടെ നശിപ്പിക്കുമെന്നുള്ള പുറപ്പാടായപ്പോ പാവം തെരേസ രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാ. കന്യാസ്ത്രീ ആവാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം കണ്ടിട്ടുള്ള മടുപ്പാവും. പെട്ടെന്നായിരുന്നു തീരുമാനവും. അപ്പോ അവരുടെ അപ്പനും അമ്മയൊക്കെ? അമ്മ ചെറുപ്പത്തിലെ മരിച്ചു. പിന്നുള്ളത് അപ്പൻ പയലിച്ചേട്ടൻ, ഒരു പഞ്ചഭാവം. പൊന്നുപോലെ വളർത്തിയ പെമ്മക്കള് കൺമുമ്പി വെച്ച് നരയിക്കുന്നത് കണ്ട് എതിർക്കാൻ ത്രാണിയില്ലാണ്ട് അയാൾ നാട് വിട്ടു. മരുമോൻ തല്ലിയിറക്കുകയാണെന്നും പറയാം. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ കർത്താവിന് മാത്രം അറിയാം. ആ ലാസറിനെ കൊണ്ട് പൊറുതി കൂട്ടിയപ്പോഴാ പാവം മേരി വാടക വീട്ടിൽ നിന്ന് കുട്ടനെയും കൊണ്ട് ഒളിച്ചോടി പോകുന്നത്. പിന്നെ പല്ലുവക സ്ഥലത്ത് ഞാനാ താമസിക്കാൻ ഏർപ്പാടാക്കിയത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാ ആ വീട് കെട്ടിയതും പശുവിനെ വാങ്ങിച്ചതും ഒക്കെ. ചാണകം വാരിയിട്ടായാലും പാല് വെച്ചിട്ടായാലും ബാങ്കിലെ കടം വീട്ടണം, നിത്യവൃത്തി കഴിക്കണം. അതിനാ പാവം കിടന്ന് ശ്വാസം മുട്ടുക. അതിനിടയില അവന്റെ ഒരു എന്നും കണ്ണീരോടെ അവള് വനിയെത്തി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ എന്നെങ്കിലും അവരുടെ വിളി കേൾക്കും. എന്താടാ ഇത്ര വേഗം മടങ്ങിയേ? കെട്ടിയുള്ള സർക്കാരൊക്കെ കഴിഞ്ഞോ? സൽക്കാരം ഞാൻ തൊടുത്ത കറപ്പാണെന്ന് പട്ടി കഴിവറടാ മകള്. അല്ലെങ്കിൽ അവളുടെ അടുത്ത് ചെല്ലുമ്പോ നീ വെറും തൃണല്ലേടാ. ഇറങ്ങി പോവാൻ പറഞ്ഞ തൊലിഞ്ഞ മോന്തായിട്ട് ഇങ്ങോട്ട് പോരും. നീ എന്റെ അരുതിനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ വേറെ വർത്താനം പറഞ്ഞാനെ. എനിക്ക് അവളെ വേണ്ടതേ. പക്ഷെ ചില്ലുവാനം കിട്ടാതെ ലാസർ പണിക്ക് പുറത്തിറങ്ങത്തില്ല. അത് കളാ. പെമ്പർന്നോരുടെ അടുത്ത് പൂത്ത 100 നോട്ട് ഒത്തിരിയുള്ള ലക്ഷമുണ്ടല്ലോടാ. കണ്ണും പിടി കാട്ടിയപ്പോ അച്ഛനടുത്തത്. ഇപ്പൊ രക്ഷാധികാരി അയാളാണല്ലോ. നിക്ക് കാശ് കിട്ടിയപ്പോ ഒറ്റയ്ക്ക് അങ്ങോട്ട് പൂശാന്ന് വിചാരിച്ചല്ലേ? കുടുംബസ്നേഹം ഇല്ലാത്തവനെ. ആ വണ്ടി പോട്ടെ, ഓട്ട വണ്ടി ചാരാശേപിക്കല് പോട്ടെ. എടാ മോനെ, പറയുമ്പോ നീ മീശ ഉറപ്പിച്ചോണ്ട് ഒരു കാര്യമില്ല. പെണ്ണ് കെട്ടിയെങ്കിൽ കെട്ടിയ പെണ്ണിനെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ളവനാണ് കെട്ടിയവൻ. മാമോദിസ വെള്ളം തലയിൽ വീണ സത്യക്രിസ്ത്യാനികളാണ് നമ്മള്. നിനക്കാ പേടിയില്ലെങ്കിൽ ഞാൻ പേടിക്കണം. സഭയുടെ മുമ്പിലേ എനിക്കൊരു നിലയും വിലയുള്ളതാ. കൂടെ പറഞ്ഞവന്റെ കെട്ടിയവള് വല്ലവന്റെയും കൂടി അഴിഞ്ഞാടാ. താൻ പറയാതെ തന്നെ കാര്യങ്ങളെ കിടപ്പിയാ അറിയുന്നുണ്ട്. അറിയുന്നുണ്ട്.
എന്നാ മൂടി പൊത്തി കിടന്ന് ഉറങ്ങിക്കോ. ഒരുമാതിരി ചൊറിഞ്ഞ് വർത്താനം പറഞ്ഞോണ്ടല്ലോ. അപ്പൊ ചൊറിയുന്നുണ്ട്. ഈ ചൊറിച്ചിൽ എന്താ നീ മറ്റവരോട് കാണിക്കാത്തെ? അതിന് ഞാൻ എന്തോ വേണമെന്നാ പറഞ്ഞു തരാം. നീ ഒഴിക്ക്. അപ്പച്ചൻ പണത്തിന് എന്നെ അന്വേഷിച്ചു വന്നത്. ഞാൻ പറഞ്ഞപ്പോഴാ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൂപ്പന്റെ പൊന്നുമോനെ അപ്പൂപ്പനെ അറിയോടാ? മലിച്ചേട്ടാ, താൻ വന്നു എന്നറിഞ്ഞപ്പോ ആ ക്ഷണം ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോരുകയായിരുന്നു. ആ കാര്യമൊക്കെ കൊള്ളാം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇത്രയും കാലം ഈ പിള്ളേര് തൂക്കിയ കണ്ണീര് കാണാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവരെ ദണ്ഡിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള ഉദ്ദേശമാണെങ്കിൽ വയസ്സിന് മൂത്തതാണെന്നൊന്നും നോക്കൂല, ചുട്ട പെടയാൻ വെച്ച് തരും. ആ ഇല്ല ചു, ഇനി എന്റെ മക്കളെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ആ വർഷങ്ങളായി കാണാതിരുന്ന അപ്പം തിരിച്ചു വന്നപ്പോ സന്തോഷിക്കേണ്ടതിന് വരാൻ രണ്ടുപേരും കൂടെ ഒന്ന് കരയാ. ഇവരിപ്പോ അപ്പനായി, മക്കളായി, പേരക്കുട്ടിയായി. കളരിക്ക് പുറത്ത് നമ്മളെന്തിനാ വെറുതെ? ആ വാ മരിച്ചേട്ടാ, പള്ളിയിലേക്ക് വരണം. ആ അപ്പൂപ്പന് ഇതുപോലെ ശബ്ദം ഉണ്ടാക്കാൻ കഴിയോ? അപ്പൂപ്പന് പറ്റൂല മോനെ. ഈ അപ്പൂപ്പന് ഒന്നും അറിഞ്ഞൂടാ. നേരാ കൂട്ട, അറിയാനുള്ള മിടുക്കുണ്ടായിരുന്നെങ്കിൽ അപ്പൂപ്പന് ഈ പെടാപ്പാട് മുഴുവൻ പെടുവായിരുന്നു. അപ്പൂപ്പന് ഒന്നും അറിഞ്ഞൂടാ. അപ്പൂപ്പ, ഈ അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത് അപ്പൂപ്പന്റെ താടിയാ? അതെ മോനെ. അപ്പൂപ്പന്റെ താടി, അപ്പൂപ്പൻ താടി. ഒരു ക്ലാസ് എടുത്തു വേടാ. എനിക്കിപ്പോ മനസ്സില്ല. പറ്റി കഴിവണവൻ അനുസരണ തൊട്ട് നിന്നിട്ടുള്ളത് നോക്കി. അതെങ്ങനെ വളർത്തിന്റെ വിടവശേഷം കാണിക്കായിരിക്കൂ. അയ്യോ, ഇതെന്ത് പറ്റി? ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്. അങ്ങ് അകത്ത് കയറി ഇരിക്കോ കിടക്കോ എന്ത് വേണേ ആകാമായിരുന്നല്ലോ. അല്ല, നാലാളെ അറിയിച്ചാൽ നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന കട്ടിലെടുത്ത് പുറത്തോട്ട് കളി. അല്ല കൂടുതൽ സൗകര്യം. അനാവശ്യം പറയുന്നു. പട്ടി, നിനക്ക് പ്രവർത്തിക്കാം. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ കെട്ടിയവളെ കുറിച്ച് എങ്ങനെ ധരിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. കെട്ടിയവനാണെന്ന് പറഞ്ഞ് ലോകം പരിച്ച് നടന്നാ പോരാ. ഈ സ്ത്രീയും കുട്ടിയും അങ്ങനെ ഇവിടെ കഴിയുന്നു താൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവടാ നിന്റെ വരുതിയിലെ കഴിയുന്ന നീ നാട് മുഴുവൻ പാട്ടാ. അത് അറിഞ്ഞിട്ട് തന്നെ ഞാനിങ്ങോട്ട് വന്നത്. ലാസറെ പോക്കിരുത്തരം പറയരുത്. പോക്കിരിത്തരം പോലും. ഒരു പെണ്ണും കൊച്ചും താമസിക്കുന്ന പുരയിലെ വരത്തൻ. നിനക്കെന്താ ഇവിടെ കാര്യം? അതെ, ഞാനാ തീരുമാനിക്കേണ്ടത് ഈ പുറയിൽ ആർക്കാ കാര്യമെന്ന്. എടി ഒരുമ്പിട്ടോളെ, നീ അതേ പറയുള്ളൂ. എനിക്കറിയാം. നിന്നെ ഞാൻ ഇനി മേലെ നീ പഠിക്കരുത്. നിന്റെ അനുവാദം ഏത് പട്ടിക്ക് വരടി? ഒരു പെണ്ണിന് സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി വയ്യ. ഇനി മേലെ ഇവിടെ കാലുകുത്തിയ നീ അത്രക്കായി. നിന്നെ ഞാൻ ലാസറെ മോനെ, നീ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. വേച്ചില്ലേ വിട്ടു. വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ.
ഇങ്ങോട്ട് വാ. മാറാ. ലൂസേ, ഇവിടെ, മാറാ. അങ്ങോട്ട് മാറാ. ഞാനാണ്. നാസറേ, നീ പോ. പോടാ. ഞാൻ പൊക്കോളാം. പക്ഷെ ഈ കൂത്താട്ടത്തിന് നാട്ടുകാരെ കൂട്ടി നിൽക്കുന്നുണ്ടെന്ന് എനിക്കത് കാണുന്നു. അച്ഛൻ വേണേ കുള പിടിച്ചു കൊടുത്തു. എത്ര നാളത്തേക്കെന്ന് ഞാൻ കാണിച്ചു തരാം. നാസറേ, എടീ, ഞാൻ ഇനിയും വരും. കല്ലും കൊണ്ട് നാണല്ലാതെ വന്നിരിക്കുന്നല്ലേ? എന്തിനാടാ നീയൊക്കെ ആണാണെന്ന് പറഞ്ഞ് നടക്കണേ? ഇയാളുടെ വർത്താനം കേട്ടത്തൊന്നും ഞാൻ വരെ പോകാനാണെന്ന്. ആ നശിച്ച അച്ഛൻ വന്ന് പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാനവനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയനെ. അയാൾ ആ വരുത്തിനെ തലേ കയറ്റി വെച്ച് നടക്കണാണുമ്പോളെ എനിക്ക് പെരുത്തു വരുന്നേ. ഇടവക ഭരിക്കുന്ന ആളാ. ഇരുവസ്ത്രം ഇട്ടുകൊണ്ട് തോന്നിവാസിന് കൂട്ടുനിൽക്കാന്ന് പറഞ്ഞാൽ അയാള് മറ്റോടത്തെ വികാരിയാണെങ്കിലേ ഞാൻ അവിടത്തെ തന്നെ കത്തിയാരാ. കണ്ണും തുറന്നു പിടിച്ച് കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കിട്ടില്ല. ഈ സഭയും നിയമം എന്നൊക്കെ പറയണതേ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ. നീ നോക്കിക്കോ ലാസറേ, അയാളുടെ ലോഹ ഞാൻ ഊരി വെപ്പിച്ച് അയാളെ പാട്ട കൊട്ടിച്ച് നടത്തിയില്ലെങ്കിൽ എന്നത് ഏത് കൊമ്പത്തെ അച്ഛനായാലും എനിക്ക് പുല്ല. തെമ്മാടിക്കുഴി മതി ലാസറിന്. പക്ഷെ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ആ വരത്തൻ. എടാ മോനെ, ഒല വിളിച്ചിട്ടും കൊമ്പ് കുലുക്കിയിട്ടും ഒരു കാര്യമില്ല. തലച്ചോറ് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. മനസ്സിലായോ? ഏ കാശുണ്ടല്ലോ കയ്യില്, ഷാപ്പിൽ പോയി ഒരു കുപ്പി മേടിച്ചോണ്ട് പോവാ. നമുക്ക് അതിന്റെ മുകളിൽ കയറി ഇരുന്ന് കുറച്ചു നേരം ആലോചിക്കാം. അതൊക്കെ ശരി തന്നെ. എന്നാലും ആ ലാസറുമായിട്ട് അടിപിടിക്കൊന്നും പോകണ്ടായിരുന്നു ലൂയിസെ. കടന്ന കൂട്ടി കല്ലെടുത്തിട്ട പോലായി കാര്യങ്ങള്. നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല അച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിപ്പോയത് അബദ്ധമായത്. അവിടെ വന്ന് ബഹളം വെച്ചപ്പോ അവരിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ ഒഴിഞ്ഞു മാറിയതാ. പക്ഷെ നിയന്ത്രണം വിട്ടുപോയി. ആ ലാസറ് എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രകൃതക്കാരനാ. അതുകൊണ്ടാ എന്നെയും ചീത്ത വിളിച്ചോണ്ട് നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഇതൊക്കെ ആര് ചെവി കൊടുക്കാൻ പോകുന്നു? കർത്താവിനും മനസാക്ഷിക്കും നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇത്രയും നൊമ്പരം മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഞാൻ അറിഞ്ഞില്ല. തന്റെ അടുത്തോടെ ഒറ്റയ്ക്കെന്നൊരു കുട്ടിയെ കൊണ്ട് ജീവിതത്തോട് പൊരുതുക എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ എന്താ പറയാൻ എനിക്കറിയില്ല. എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു തരത്തില് നിങ്ങൾ ഭാഗ്യവാനാ. ആരോടും കണക്ക് പറയണ്ടല്ലോ. അതും ഒരു തോന്നല. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കും ദുഃഖം തോന്നും ചിലപ്പോൾ. മേരിക്ക് കൂട്ടിന് കുട്ടനെങ്കിലും ഉണ്ടല്ലോ. എല്ലാ ദുഃഖങ്ങളും മറക്കാൻ അവനൊരാൾ മതിയല്ലോ. എല്ലാം സഹിച്ച് പിന്നെയും പിടിച്ചു നിൽക്കുന്നത് അവന് മാത്രം ഓർത്തിട്ടോ. പക്ഷെ സഹിക്കുന്നതിനും ഒരതിരുണ്ടല്ലോ മനുഷ്യർക്ക്. നിരാശപ്പെടരുത്. ഇനിയും പിടിച്ചു നിൽക്കണം. ഇത് ഒരു ഉപദേശമല്ല, പറയാനുള്ള അവകാശവുമില്ല. എന്നാലും ഇപ്പൊ മേരി തനിച്ചില്ലെന്ന് സമാധാനിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ
സമുചിതമായി കൊണ്ടാടുന്ന ഈ ദിവസം നമ്മുടെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ വളരെ അച്ചടക്കത്തോടെ കാണുകയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കാം. അതൊക്കെ ഏറ്റു അച്ചോ തുടങ്ങിയാ മതി.